ശൈലജ ടീച്ചറിലേക്കാണ്. അതായത് വനിതാ സംവരണ ബില്ല് ഇത്തവണ പാർലമെന്റ് പാസ്സാക്കി അത് നടപ്പിലാക്കുമെന്നുള്ള കുട്ടിഘോഷങ്ങളല്ലാതെ അത് നടപ്പിലാക്കാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഏറെ നിരാശാജനകമാണ്. അപ്പോൾ ഈ വൈകല്യത്തിനെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് ഇടത് പാർട്ടികളാണ്, ഇടത് പ്രസ്ഥാനങ്ങളാണ്, CPM ആണ്. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ എന്തുകൊണ്ട് അക്കാര്യത്തിലൊരു മാതൃക കാട്ടാൻ കേരളത്തിൽ CPM-നായില്ല? ആ നിരാശ ടീച്ചർക്കുണ്ടോ? അല്ല, CPM-ന് സാധിക്കാതില്ല. ഇന്ത്യ രാജ്യം ഭരിക്കുന്നതിൽ CPM-ന് പങ്കില്ല. ഇപ്പോൾ അവിടെ BJP ആണ്, നേരത്തെ കോൺഗ്രസ് ആണ്. 4-3 ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടിയ സമയത്ത് വനിതാ സംവരണ ബിൽ പാർലമെൻറ്റിലും അസംബ്ലിയിലും പ്രാതിനിധ്യം കിട്ടാൻ ബില്ല് പാസ്സാക്കിയിട്ടില്ല. ഇപ്പോൾ BJP അവസാന കാലത്തൊരു ബില്ല് പാസ്സാക്കി. പക്ഷേ അത് ഈ അടുത്ത കാലത്തൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യും, നടപ്പിലാക്കുമെന്ന് അവർക്ക് യാതൊരു നിശ്ചയവുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കാനുള്ള തീരുമാനം പാർലമെൻറ്റിന് എടുക്കാമായിരുന്നു. പക്ഷേ അത് ചെയ്തിട്ടില്ല. അപ്പോൾ പാർലമെൻറ്റിൽ സംവരണ ബില്ല് പാസ്സാക്കിയതുകൊണ്ട് മാത്രം ഏതെങ്കിലും തരത്തിലുള്ള മുൻഗണന സ്ത്രീകൾക്ക് കിട്ടുമെന്ന് കരുതുന്നില്ല. CPM-ൻ്റെ കാര്യത്തിലാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സംവരണം വരുന്നതിൻ്റെ, അതായത് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നടപ്പിലാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കേരളത്തിൽ ജില്ലാ കൗൺസിലിലേക്ക് സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്താൻ മുൻകൈ എടുത്തിട്ടുള്ള പാർട്ടിയാണ് CPIM. അതുപോലെ പാർട്ടി ഘടകങ്ങളിലും അതുപോലെ ഭരണരംഗത്തും സ്ത്രീകൾക്ക് നന്നായിട്ട് പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPIM. അപ്പോൾ ഞങ്ങളെല്ലാം അങ്ങനെയാണ് MLA-മാരും മന്ത്രിമാരും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള CPM ഇടതുപക്ഷ പാർട്ടികളാണ് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നത് എന്നാണ് കാണേണ്ടത്. സംവരണ ബിൽ നടപ്പിലാക്കുന്നതിൽ CPM-ന് ഇപ്പോൾ ഉത്തരവാദിത്തമില്ല. കാരണം അത് ഇന്ത്യ ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന കാര്യമാണ്.